കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഉണ്ടായ അപകടം, അതിനുശേഷം സംഭവിച്ച ദൃശ്യങ്ങളൊക്കെ നമുക്കൊന്നുകൂടി കാണാം ആദ്യം. പുറത്തേക്കിറക്കിയോ? നമ്മുടെ അപ്പുറത്തുള്ളവരെ ഐസിയിലുള്ളവരെ താഴേക്ക് ഇറക്കാണെന്ന് പറഞ്ഞു. എമർജൻസി കാഷ്വാലിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഈ തീപിടുത്തത്തിൽ 3ഓളം ആളുകൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു. രണ്ട് മെഡിക്കൽ ലീഗൽ കേസ്, ഒന്ന് ബ്രോഡ് ഡെഡും ഒരു പേഷ്യൻ്റ് ഓൾറെഡി സിക്കായിട്ട് ICUയിലുള്ളതാണ്. ആളില്ല ആള് ഫുള്ള് പുറത്തിറങ്ങി. പുക വന്ന് 2-3 പ്രാവശ്യം കറണ്ട് പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ റോഡിനുള്ളിൽ പുക വരുന്നു. ചില പരാതി പറഞ്ഞ സാഹചര്യത്തിൽ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ഒരു എക്സ്പേർട്ട് ടീം ഈ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പരിശോധിക്കുന്നതാണ്. നമ്മുടെ ആരോഗ്യരംഗം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ലോകത്തിന് തന്നെ മാതൃകയാണ്. പല കാര്യങ്ങളും അങ്ങനെ നമ്മൾ ചെയ്തിട്ടുമുണ്ട്, നേടിയിട്ടുമുണ്ട്. പക്ഷേ ഈ പുകൾപെറ്റ നേട്ടത്തിനിടയിലും നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അത്ര ആരോഗ്യകരമല്ല. ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്ന് വീണ്ടും കണ്ടത്. ഈ കണ്ടതൊന്നും അല്ലെങ്കിൽ ഈ അനുഭവിക്കുന്നതൊന്നും ഒറ്റപ്പെട്ടതാണെന്ന് നമുക്ക് പറയാനുമാകുന്നതല്ല. മാസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ മണിക്കൂറുകളോളം വൈദ്യുതി ഇല്ലാതെ ആശുപത്രിയാകെ ഇരുട്ടിലായി പോയത്. രോഗികളൊക്കെ വിലപിക്കുന്ന കാഴ്ചയും നമ്മൾ അന്ന് കണ്ടു. സമാനമായി തന്നെ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവം, ഒപ്പം തന്നെ ചികിത്സാ പിഴവുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നലെ മാത്രം കോഴിക്കോടുണ്ടായ സംഭവത്തിൽ ഏതൊരു സാധാരണക്കാരനിലും ഉയരുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ആരുടെ പിഴയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള ഈ അപകടത്തിൽ സംഭവിച്ചതെന്നുള്ളതാണ്. ഒരു മെഡിക്കൽ കോളേജിൽ, ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ ആളുകൾക്ക് രക്ഷപ്പെടാൻ ഒരു സംവിധാനം അവിടെ ഉണ്ടാകുന്നില്ലേ എന്നുള്ളതാണ്. അതിനനുസരിച്ചാകണ്ടേ അവിടുത്തെ കെട്ടിട നിർമ്മാണം. ഫയർ എക്സിറ്റ് സംവിധാനം എന്നുള്ളത് ഏതൊരു കെട്ടിടം നിർമ്മിക്കുമ്പോഴും ഏറ്റവും അടിസ്ഥാനമായി ഉണ്ടാകേണ്ടതാണ്. ആ ഒരു സംവിധാനം അവിടെ പ്രവർത്തിച്ചില്ലേ, അങ്ങനെയൊന്നും അവിടെ ഇല്ലേ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. ഒപ്പം തന്നെ ഇടിമിന്നൽ ഉണ്ടായിരുന്നു. ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ ആകെ മഴയും ഇടിമിന്നലും ഒക്കെ ആയിരുന്നു. ഇടിമിന്നലിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായതെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഉണ്ടാകണ്ടേ? ആ സമയത്ത് ബോർഡ് ഓഫ് ആകുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാത്ത എന്തുകൊണ്ട്? ഒപ്പം തന്നെ 5 മരണം സംഭവിച്ചു, അത് 5ഉം ഇതുകൊണ്ടല്ല എന്ന് പറയുന്നു. പക്ഷേ ആളുകൾ മുന്നോട്ട് വെക്കുന്ന ആശങ്കയ്ക്ക് അത് ഒരു മറുപടിയാകുന്നില്ല എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രാഥമികമായി വന്നപ്പോൾ പുക ശ്വസിച്ചല്ല മരണം സംഭവിച്ചതെന്നും പറയുന്നു. ഇനി ഈ ഇലക്ട്രിക് ചുമതല ആർക്ക് എന്നുള്ളതാണ്. ഇതിനൊക്കെ ചുമതലയും ഉത്തരവാദിത്തപ്പെട്ട ഒരാളുണ്ടാകും. അതാർക്കാണ്? ആ സംവിധാനം, അതിനായി ഉത്തരവാദിത്തപ്പെട്ട ആള് എന്തുകൊണ്ട് ആ ജോലി നിറവേറ്റിയില്ല എന്നുള്ളതാണ്. UPS മുറിയിൽ പുക പടർന്നപ്പോൾ അവിടെ ഈ ഉണ്ടാകുന്ന മറ്റ് അടിയന്തര രക്ഷാ കവാടം, അത്തരത്തിലൊരു രക്ഷാ കവാടം അവിടെ ഉണ്ടായിരുന്നില്ലേ? ഒപ്പം തന്നെ പുക ഇങ്ങനെ വ്യാപിക്കുന്ന സമയത്ത് 4 നില കെട്ടിടത്തിലാണ് പുക വ്യാപിച്ചത്. ആ സമയത്ത് ഒരു പുക മുന്നറിയിപ്പ് സംവിധാനം പോലും അവിടെ ഉണ്ടായിരുന്നില്ലേ? ഇനി അഥവാ ഇതൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കെട്ടിടം തന്നെയാണ്, ആ കെട്ടിടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ ഗുണനിലവാരം എത്രത്തോളമാണ് എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ഈ നിമിഷം ഉയരുന്നത്. ഇത് ഞാനോ നിങ്ങളോ എന്നുമല്ല, എനിക്ക് തോന്നുന്നു എല്ലാ സാധാരണക്കാരിലും വരെ ഉയർന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് ആരോഗ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗത്തിനോ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നൽകാനാകുന്നില്ല എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു ആതുരാലയത്തിൽ അവിടെ രോഗികളാണ് എത്തുന്നത്, പൂർണ്ണമായിട്ടും ആരോഗ്യമുള്ള മനുഷ്യന്മാരെ പോലുമല്ല. ഓടി രക്ഷപ്പെടാൻ വരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളാണോ ഒരുക്കി നൽകേണ്ടത്? നമ്മൾ നോക്കൂ, അവിടെ ഉണ്ടായി ഇവിടെ ഉണ്ടായി എന്ന് ഉത്തരേന്ത്യയൊക്കെ ചൂണ്ടിക്കാണിച്ചു പറയുന്ന പോലെ തന്നെ ഒരു സംഭവമാണ് ഇന്നലെ കോഴിക്കോട് ഉണ്ടായത്. പക്ഷേ വലിയ അപകടങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് മാത്രം എന്തോ ആരുടെയോ ഭാഗ്യമെന്നൊക്കെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇനി UPS മുറിയിൽ പുക ഉയർന്നതിന് പിന്നാലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഒരു പുകമറ പോലെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. അസ്വാഭാവികത സംശയിക്കുന്ന ആളുകളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്നു. മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ആശുപത്രി ഉടൻ സജ്ജമാകും. അതുവരെ ബീച്ച് ജനറൽ ആശുപത്രി തന്നെയായിരിക്കും കാഷ്വാലിറ്റിയായി ഉപയോഗിക്കുക എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്.
സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ രോഗികളുടെ ചികിത്സ നിരീക്ഷിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന ഒരാൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. അതാണ് ഏറ്റവും പ്രധാനം. രാഹുൽ KV അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകും. രാഹുൽ, സാധാരണക്കാർ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. അവരിനി എന്തു ചെയ്യുമെന്നുള്ളത് തന്നെയാണ് അടുത്ത ചോദ്യം. മറ്റൊന്ന് ഈ പോസ്റ്റ്മോർട്ടമൊക്കെ നടന്നു വരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ ഫലം എന്താണ്? ഒപ്പം തന്നെ എന്താണ് തുടർ നടപടി? വടക്കൻ കേരളത്തിന്റെ ആശ്രയ കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അത്രയും പ്രധാനപ്പെട്ട ആശുപത്രിയുടെ പുതിയ അത്യാഹിത വിഭാഗത്തിലാണ് ഈ വിധത്തിലുള്ള അപകടം സംഭവിച്ചത്. ജനങ്ങൾ പരിഭ്രാന്തരായി ആശങ്കയുടെ മണിക്കൂറുകളായിരുന്നു കടന്നുപോയത്. 4 പേരുടെ മരണത്തിലാണ് സംശയമുണ്ടായത്. ഒന്ന് വയനാട് മേപ്പാട് സ്വദേശി നസീറ, കോഴിക്കോട് വടകര സ്വദേശി സുരേന്ദ്രൻ, വെസ്റ്റീൽ സ്വദേശി ഗോപാലൻ, മേപ്പയ്യൂർ സ്വദേശി ഗംഗാധരൻ എന്നിവരുടെ കാര്യത്തിലാണ്. അവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പുക ശ്വസിച്ചതല്ല മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. ഇവരുടെ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കും. അതിനുശേഷമാണ് ഒരു അന്തിമമായ റിപ്പോർട്ട് ലഭ്യമാകുക എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. മരണം സംബന്ധിച്ച ഒരു വിദഗ്ധ സമിതിയെ പരിശോധനയ്ക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് മെഡിക്കൽ കോളേജുകളിലെ വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ സംഘമാണ് ഇത് പരിശോധിക്കുക. ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലെ ഇൻറ്റേർണലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. ഇതുവരെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ UPS-ഉമായിട്ടോ ബാറ്ററികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത്, ചില പരാതി പറഞ്ഞ സാഹചര്യത്തിൽ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ഒരു എക്സ്പേർട്ട് ടീം ഈ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പരിശോധിക്കുന്നതാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് വെന്റിലേറ്ററിൻ്റെ അടക്കം സഹായത്തോടെ ജീവൻ നിലനിർത്തിയ ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് ആവർത്തിക്കുകയാണ് ബന്ധുക്കൾ. ശ്വാസം കിട്ടാൻ മരിച്ചു. ഇവിടെ വരുന്നേരം ഒരു പ്രശ്നമൊന്നുമില്ല. ഡോക്ടർമാരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിരുന്നില്ലേ? ചോദിച്ചു. മരിച്ചതിന് ശേഷം ചോദിച്ചില്ലേ? ഞാൻ പറഞ്ഞ ഇതാണ് ഓക്സിജൻ കിട്ടാണ്ടാണ് മരിക്കുന്നതെന്നാണ്. ICUലേക്ക് മാറ്റാൻ മുന്നേ മരണപ്പെട്ടിരുന്നു. ഇതിന്റെ കണക്ഷൻ വിച്ഛേദിച്ചതിന് ശേഷം ആണ് ഡെത്തായത്. മെഡിക്കൽ കോളേജിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അപകടം നടക്കുന്ന സമയത്ത് 151 രോഗികളാണ് അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്നത്. ഇതിൽ ബഹുഭൂരിഭാഗം ആളുകളെയും മെഡിക്കൽ കോളേജിൽ തന്നെ സജ്ജീകരിച്ച കേന്ദ്രത്തിലേക്കാണ് മാറ്റിയത്. ബാക്കിയുള്ള ആളുകൾ ബീച്ച് ജനറൽ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലുമായി ചികിത്സയിൽ കഴിയുകയാണ്. സ്വകാര്യ ആശുപത്രികളിൽ കഴിയുന്ന ആളുകൾക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കുമെന്നുകൂടി ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഏതായാലും ഇത്രയും പ്രധാനപ്പെട്ട ആശുപത്രിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിലൊക്കെ പ്രതിഷേധവും അതിശക്തമായി വരികയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഇതിനകം തന്നെ വളരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ശരി, രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇത് വലിയൊരു പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാവുകയാണ്, രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആവർത്തിച്ച് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ജനകീയ രോഷം തന്നെയാണ് നമ്മൾ കോഴിക്കോട് കാണുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇനി എന്തായാലും ഈ ഉണ്ടായിരിക്കുന്ന UPS മുറിയിൽ എങ്ങനെയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നതിനെ പറ്റി അന്വേഷണം നടത്തുകയാണ് സർക്കാർ. അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. PWD ഇലക്ട്രിക് വിഭാഗം ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി ആദ്യഘട്ട പരിശോധന നടത്തിയിട്ടുണ്ട്. UPS പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് എന്ന് തന്നെയുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ. 3 തലങ്ങളിലായി സമഗ്ര അന്വേഷണം നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് സർക്കാർ അന്വേഷണം എന്നുള്ളത് മുഹമ്മദ് ഷഹീദ് വിവരിക്കും. ഷഹീദ്, എങ്ങനെയൊക്കെ ഫോറൻസിക് പരിശോധനയൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു? അനുമാനം എന്താണ്? ഏതു തരത്തിലാണ് അന്വേഷണം നടത്തുക? അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രാഥമികമായി പുറത്തു വന്നൊരു സാഹചര്യത്തിൽ കൂടി ഇനി എങ്ങനെയായിരിക്കും തുടരന്വേഷണം? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിലുണ്ടായ അപകടത്തിൽ 3 തലങ്ങളിലാണ് അന്വേഷണം നടക്കുക. പ്രാഥമികമായും അവിടെ ICUയിൽ കാഷ്വാലിറ്റിയിലുണ്ടായിരുന്ന 4 പേരുടെ മരണം, അതിൻ്റെ കാരണം പരിശോധിക്കും. ഈ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗികളെ സുരക്ഷിതമായി പുറത്തേക്ക് മാറ്റുന്നതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചോ, അത് പെട്ടെന്ന് ഓൺ ടൈം അത് ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മ സംഭവിച്ചോ തുടങ്ങി കാര്യങ്ങളായിരിക്കും പരിശോധിക്കുക. ഇത് ഒരു മെഡിക്കൽ സംഘമാണ് പരിശോധിക്കുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പുറത്തുള്ള സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരടങ്ങിയ ഒരു വിദഗ്ധ സംഘം ഇക്കാര്യം പരിശോധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സാങ്കേതിക സംഘം, ഒരു വിദഗ്ധ സംഘം രൂപീകരിക്കുന്നുണ്ട്. അതായത് ഈ
UPS പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് കാരണം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സർക്യൂട്ടിന് ഇടയാക്കിയ കാരണം ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഈ ടെക്നിക്കൽ സംഘം പരിശോധിക്കും. ഒപ്പം തന്നെയാണ് പോലീസിൻ്റെയും പരിശോധന. പോലീസ് ഈ മരണവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. അതും പോലീസിൻ്റെ ഭാഗത്തുനിന്നും വിശദമായ പരിശോധനയും അന്വേഷണവും നടത്തും. ഇങ്ങനെ 3 വിഭാഗങ്ങളായി പരിശോധന നടത്തി അതിൻ്റെ റിപ്പോർട്ട് സമയബന്ധിതമായി തന്നെ ലഭിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതിൽ റിപ്പോർട്ട് ലഭിക്കുന്നവർക്ക് അപകട കാരണവും ഒപ്പം തന്നെ മരണകാരണവും സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത് ഭാവിയിൽ മറ്റ് ആശുപത്രികളിൽ ഇത്തരം സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിൽ മുൻകരുതൽ എടുക്കാൻ കഴിയുമെന്ന് കൂടി ഈ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനമായും. ഇനി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അപകടത്തെ നമ്മൾ മുൻകൂട്ടി തന്നെ കാണേണ്ടതുണ്ട്. ആശുപത്രിയാണ്, മെഡിക്കൽ കോളേജാണ്, അവിടെ ഏത് സമയത്താണ് എന്ത് അപകടമാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അത് എത്രത്തോളം ബലപ്പെട്ടത് നമുക്കുണ്ട്, അത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണുള്ളത്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവത്തെ ഒറ്റപ്പെട്ടതല്ല എന്ന് നമ്മൾ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പല വീഴ്ചകൾ നമ്മൾ ഇതിനകം കണ്ടിരുന്നു. അതിൽ ശസ്ത്രക്രിയാ പിഴവുകൾ, ചികിത്സാ വീഴ്ചകൾ, ഒപ്പം തന്നെ SATയിൽ കറണ്ട് പോയി 4 മണിക്കൂറോളമാണ് വൈദ്യുതി ഇല്ലാതെ രോഗികൾ ഇരുട്ടിലായി പോയത്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. എന്താണ് സർക്കാർ സംവിധാനങ്ങൾ, ഇങ്ങനെ മതിയോ സർക്കാർ ആശുപത്രികൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. അമൽ തേനമ്പറമ്പിൽ ഇത് സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നമുക്ക് നൽകും. അമൽ, സർക്കാർ ആശുപത്രി എന്ന് പറയുന്നത് ആദ്യമൊക്കെ സർക്കാർ ആശുപത്രി എങ്ങനെയായിരുന്നു? അങ്ങനെയല്ല, നമ്മൾ മുഖം മാറ്റുകയാണ്, മുഖം മാറുകയാണെന്നൊക്കെയാണ് സർക്കാർ തന്നെ എപ്പോഴും പറയാറ്. മാറുന്നൊക്കെ ഉണ്ട്, മാറുന്നില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ തരത്തിലുള്ള വീഴ്ചകൾ ഇങ്ങനെ ആവർത്തിക്കുന്നത് കൊണ്ട് ഇത് മതി എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ പലപ്പോഴും പല വീഴ്ചകളും ഉണ്ടാകുമ്പോൾ ഇനിയെങ്കിലും ഇത് ശരിയായി മുന്നോട്ട് പോകും, ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ അതുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പല വിഷയങ്ങളുണ്ടാകുന്നു. ഇപ്പോൾ കോഴിക്കോടത്തെ വിഷയം അത് ഒരു ഒറ്റപ്പെട്ട വിഷയമായി കാണാനാവില്ല. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ പലയിടങ്ങളിലും ഇത്തരം പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോഗ്യമന്ത്രിയുടെ ആദ്യ ഇടപെടൽ ഉണ്ടാകും. ആരോഗ്യമന്ത്രി ഒരു അന്വേഷണം പ്രഖ്യാപിക്കും, റിപ്പോർട്ട് തേടും. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം പക്ഷേ പിന്നീട് അതിൽ എന്ത് തുടർ നടപടി എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ആരോഗ്യവകുപ്പിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു ഗുരുതരമായ വീഴ്ച ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് കോഴിക്കോടുണ്ടായ ഒരു ശസ്ത്രക്രിയാ പിഴവാണ്. വയറ്റിലൊരു കത്രിക ഉൾപ്പെട്ടു പോയ ഒരു വിഷയം. ആ വിഷയത്തിൽ റിപ്പോർട്ടൊക്കെ വന്നു, പക്ഷേ അതിലെ നടപടി എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുന്നത്. ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ് അതിൻ്റെ തുടർ നടപടികൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് SAT എന്ന് പറയുന്ന ഒരു ആശുപത്രി, ആ ആശുപത്രി തെക്കൻ കേരളത്തിലെ എന്നല്ല ഈ തമിഴ്നാടിൻ്റെ കന്യാകുമാരി അടക്കമുള്ള മേഖലകളിലെ ആളുകളൊക്കെ ഏറ്റവും വിശ്വാസ്യതയോടുകൂടി വന്ന് കയറുന്ന ഒരു ആശുപത്രിയാണ്. ആ ആശുപത്രിയിൽ രാത്രിയിൽ ശസ്ത്രക്രിയ, കുഞ്ഞുങ്ങളുടെ ശസ്ത്രക്രിയ നടത്തിയത് മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിലായിരുന്നു. മണിക്കൂറുകളോളം കറണ്ട് ഇല്ലാതിരുന്നു എന്നുള്ളൊരു പ്രശ്നമൊക്കെ നമ്മൾ കണ്ടതാണ്. അതേ ആശുപത്രിയിൽ ഓക്സിജൻ്റെ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ച് ഒരു നേഴ്സിംഗ് അസിസ്റ്റൻറ്റിന് പരിക്കേറ്റു. ഇതൊക്കെ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതിപ്പോൾ ഈ റിപ്പോർട്ട് തേടിയതുകൊണ്ട് മാത്രം കാര്യമുണ്ടാകുന്നുണ്ടോ? ശക്തമായ നടപടി ഉണ്ടാകണ്ടേ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ കേരളത്തിലെ ആരോഗ്യരംഗം ആകെ അങ്ങ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് എന്നൊന്നും ആരും പറയുന്നുമില്ല. മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ ആയി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മെച്ചപ്പെട്ട സംവിധാനം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ വരുന്ന വീഴ്ചകളെല്ലാം പരിഹരിച്ചുകൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട സംവിധാനം നമുക്ക് ലഭ്യമാകണ്ടേ? ഒരു ആശങ്കപ്പെട്ട അന്തരീക്ഷത്തിലേക്ക് നമുക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോകാൻ കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെയാണ് ഉയരുന്നത്. ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം കണ്ടെത്തി മറ്റു നാടുകളിലൊക്കെ വിദേശ രാജ്യങ്ങൾക്ക് ലഭിക്കുന്നതിന് നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്. വിദേശത്ത് കിട്ടുന്ന അതേ സംവിധാനം ഇവിടെ കിട്ടുന്നുണ്ട് എന്ന്. അത് പറച്ചിലിൽ മാത്രം ഒതുങ്ങാതെ യാഥാർത്ഥ്യമായി മാറട്ടെ എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ തീർച്ചയായും അതാണ്, വിദേശ തലത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് വരും എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പിശകുകളും പിഴവുകളും ഒക്കെ പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടതുള്ളതുമാണ്.